ഷിപ്രി 1973 മഞ്ചേരി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം കർട്ടന് പുറകിൽ മാത്രം നിൽക്കുന്ന പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഇളമുറക്കാരൻ അന്ന് കുറച്ച് ദിവസം മാത്രം രാഷ്ട്രീയ കേരളത്തിൽ സജീവ ചർച്ചയായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം അല്ലേ. മുസ്ലിം ലീഗിന്റെ ഹൈക്കമാൻഡാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. അവിടെ നിന്ന് ഒരാൾ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തി നോക്കിയിട്ടില്ല. പക്ഷേ ഒരേ ഒരാൾ ലോക്സഭയിലേക്ക് നോമിനേഷൻ നൽകിയിട്ടുണ്ട്. 1973 മഞ്ചേരിയിൽ നിന്ന്. മഞ്ചേരി എം പി ആയിരുന്ന മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ ഗായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വിയോഗത്തെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കൊണ്ടോട്ടി MLA CH മുഹമ്മദ് കോയയെ സ്ഥാനാർത്ഥിയായി പാർട്ടി അധ്യക്ഷൻ ബാഫക്കി തങ്ങൾ പ്രഖ്യാപിച്ചു. CHനൊപ്പം രണ്ടാം സ്ഥാനാർത്ഥി അഥവാ ഡെമ്മി സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ. നാമനിർദ്ദേശ പത്രികയിൽ CHനെ പൂക്കോയ തങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ UA ബീരാനായിരുന്നു തങ്ങളെ നിർദ്ദേശിച്ചത്. അങ്ങനെ 1972 ഡിസംബർ 26 അന്ന് മലപ്പുറം കളക്ടറായിരുന്ന KJ ജോണിന് മുമ്പാകെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നാമനിർദ്ദേശ പത്രിക നൽകി. അന്നൊരു ഡെമ്മി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഞങ്ങളുടെ പിതാവിനെ നോമിനേറ്റ് ചെയ്തു. അദ്ദേഹം നോമിനേഷൻ കൊടുത്തു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ ഓർമ്മകൾ പറയുന്നതായി ചരിത്രത്തിലൊക്കെ ലീഗിൻ്റെ ചരിത്രം പറയുമ്പോൾ അതൊക്കെ ആളുകൾ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഷിഹാബ് തങ്ങൾ പത്രിക നൽകിയത് രാഷ്ട്രീയ കേരളത്തിന് കൗതുകവും അണികൾക്ക് ആവേശവുമായി. CHന്റെ പത്രികയ്ക്കൊപ്പം ഷിഹാബ് തങ്ങളുടെ പത്രികയും അംഗീകരിച്ചതോടെ തങ്ങൾ നോമിനേഷൻ പിൻവലിച്ചു. അന്ന് CHന്റെ പത്രിക തള്ളിപ്പോയിരുന്നെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. വിഘ്നേഷ് പെരുവള്ളൂരിനൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1, പൊന്നാനി.